ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ 8th ലോങ് വീഡിയോ ആണ്. മിനി വ്ലോഗ് ചെയ്യാൻ എപ്പോഴും എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടും. വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്ത് പോയി ഷോപ്പിൽ പോയത്, അങ്ങനെ കുറേ. പക്ഷേ ലോങ് വീഡിയോന് അങ്ങനെ എനിക്ക് കണ്ടൻറ്റ് കിട്ടാറില്ല. ത്രൂ ഔട്ട് ദ ഡേ എവിടെയെങ്കിലും പോയത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതും 7 വീഡിയോസേ ആയുള്ളൂ. പക്ഷെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതിൻ്റെ ഇത്രയും വലിയൊരു ലെങ്തി വീഡിയോ ഇടാൻ പറ്റുന്ന സത്യമായിട്ടും വിചാരിച്ചല്ല. ഞങ്ങളൊരു ജാനുവരി മുതൽ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. ആദ്യം തന്നെ സ്ഥലം ഡിസൈഡ് ചെയ്തു, മലേഷ്യ തന്നെ വേണമെന്ന്. പക്ഷെ ഞങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ആപ്പിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്തത്. ഏത് ആപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്തത്, പാക്കേജിന് എത്രയായി എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ വിഷു ദിവസം രാത്രിയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. കറക്റ്റ് 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. പക്ഷേ അത് ഡിലേ ആയി. 1:15 ഫ്ലൈറ്റ് എടുത്തത്. അതേപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് 7:45 ഞങ്ങൾ മലേഷ്യ എത്തി. അത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ പ്രോസസ്സിന് മാത്രം ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിൽക്കേണ്ടി വന്നു. ആൻഡ് ആ പ്രൊസീജിയർ അവിടെ എത്തിയിട്ട് നമ്മൾ അറിയാതെ കുറേ ഡിലേ ആയി. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും തന്നെ ഡ്രൈവർ ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. സോ ദെൻ ആദ്യം ഞങ്ങൾ പോയത് പുത്രജയ എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ്. അവിടെ നിന്ന് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പിന്നെ അവിടുത്തെ പ്ലേസൊക്കെ കണ്ടത്. സോ അവിടെ ഒരു മോസ്ക് ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് എൻ്റർ ചെയ്യണമെങ്കിൽ അവരുടെ തന്നെ യൂണിഫോം ഒരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. സോ അതിട്ടിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഹോട്ടലിലോട്ട് പോയി. ചെക്ക് ഇൻ ടൈം 3 o'clock ആയതുകൊണ്ട് ഒരു മണിക്കൊക്കെ ഞങ്ങൾ അവിടെ എത്തി. സോ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് സിമ്മ മേടിച്ചു. സിമ്മ 20 ringgits ആയിരുന്നു. സോ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, മലയാളികളുടെ ആയിരുന്നു. സോ അവിടെ കയറി ലഞ്ച് കഴിച്ചിട്ട് ദെൻ വീണ്ടും ഹോട്ടലിലേക്ക് വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16th ഫ്ലോറിലായിരുന്നു റൂം. അവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 3 ദിവസവും രാവിലത്തെ ചായ ആ വ്യൂ കണ്ടുകൊണ്ട് കുടിച്ചത് ലൈഫ് ലോങ് മെമ്മറിയിലുണ്ടാവും. ദെൻ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം കളിച്ച് പിന്നെ കുറേ റെസ്റ്റ് എടുത്ത് ഒരു 6 മണിയാകുമ്പോൾ ഞങ്ങൾ വീണ്ടും റെഡിയായി. ഞങ്ങൾ ആദ്യം പോയത് അക്വേറിയം ആയിരുന്നു. നല്ല മഴയായിരുന്നു അവിടെ. അതുകൊണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് KL ടവറാണ് അന്നത്തെ പ്ലാൻ. ബട്ട് അത് മഴ കാരണം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അക്വേറിയം പോയി. ഓൾറെഡി കുറേ അക്വേറിയം നമ്മൾ നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒരു വേറെ ലെവലായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ്. അത്രയും വലിയ ഫിഷും സീ ഹോഴ്സും അതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ ഒരു മാമലിനെ കണ്ടപ്പോണ്ടല്ലോ ഈ ലയൺ കിങ് സിനിമയിലെ ഡയലോഗുകളെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ നന്നായി എൻജോയ് ചെയ്തത്. ഞങ്ങൾ നേരെ ഇറങ്ങിയത് ബുക്കിറ്റ് ബിൻതാങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ഫുൾ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. പോരാത്തതിന് ചെറുതായിട്ട് മഴ അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നോക്കി എന്നല്ലാതെ നമ്മളൊന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയില്ല. കാരണം അതൊക്കെ കാണാൻ തന്നെ വാങ്ങാൻ തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ഫ്രൂട്ട്സും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും ഇച്ചിരി വലിപ്പം കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫ്രൂട്ട്, അതിൻ്റെ പേരറിയില്ല, പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു. അവിടുത്തെ ഉള്ളവരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. നമുക്കത് ആ സ്മെല്ലിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഡിന്നർ കഴിക്കണമായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ മേടിക്കാമെന്ന് വെച്ച് ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ അറ്റം വരെ പോയിട്ടും നമുക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല. അവസാനം ഒരേ ഒരു സ്ഥലത്ത് മാത്രം ഈ ആലു പൊറോത്ത പോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ 1-2 സാധനങ്ങൾ കണ്ടു. അങ്ങനെ മോനെ മാത്രം ഒരു പ്ലേറ്റ് സ്പ്രിംഗ് പൊട്ടോട്ടോയും ഞങ്ങൾക്കൊരു ചിക്കൻ ബണ്ണും ഈ ആലു പൊറോത്ത ഫിൽഡ് പൊറോട്ട അങ്ങനെ മേടിച്ചു. ഇതിൽ സ്പ്രിംഗ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നത് പൊട്ടറ്റോയേ അല്ലായിരുന്നു. അത് കഴിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. അവസാനം നോക്കുമ്പോൾ അത് മൈദീനെ സ്പ്രിങ് പോലെ ആക്കി ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് റൂമിലെത്തി റെസ്റ്റ് എടുത്തു.
നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ റെഡിയായി. 10:30 വണ്ടി വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനും അമ്മയും മോനും ഒക്കെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും റെഡിയായി. ദെൻ തൊട്ടപ്പുറത്തെ റൂമിലുള്ള 2 പേരും ലേറ്റായിട്ടാണ് എണീറ്റത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിരുന്നു. ആലു പൊറാത്ത, പൂരി മസാല, ദോശ, ചട്നി, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ടായിരുന്നു. സോ കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് ബാറ്റു കേവ്സിലേക്കാണ്. ട്രിപ്പ് മലേഷ്യക്കാണെന്ന് തീരുമാനിച്ചപ്പോൾ മുതൽ ഞാൻ വളരെ എക്സൈറ്റഡായി കാണാനിരുന്നത് 2 സ്ഥലങ്ങളായിരുന്നു. അതിൽ ആദ്യത്തെ ബാറ്റു കേവ്സാണ്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് അത് നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരുന്നു. അതും സ്റ്റെപ്സിൻ്റെ ഹൈറ്റൊക്കെ കണ്ടപ്പം കയറാൻ പറ്റുമോ, അമ്മയ്ക്ക് മെയിനായിട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെക്കാട്ടിലൊക്കെ ആദ്യം കയറിയത് തന്നെ അമ്മയായിരുന്നു. ഞങ്ങളാണ് കുറച്ച് പതുക്കെ കയറിയത്, പ്രത്യേകിച്ച് ഞാൻ. അത്രയും വലിയൊരു വിഗ്രഹം അത്ര അടുത്തുനിന്ന് കാണുന്നത് തന്നെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. ദെൻ മുകളിൽ കയറി അതിനകത്തും വേറെ അമ്പലങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു തണുപ്പും പ്രത്യേകിച്ച് തലേ ദിവസം മഴ പെയ്തതിൻ്റെ ആ ഒരു കൂൾ എഫക്റ്റ് സൂപ്പറായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് അവിടെയും നമ്മൾ ഈ സാധാരണ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ സൈഡിൽ ഓരോ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് കണ്ട് താഴെ ഇറങ്ങി. പരിസരത്തായിട്ട് തന്നെ 4-5 അമ്പലങ്ങളുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ അവിടെ മാത്രം സ്പെൻഡ് ചെയ്തു. അവിടെ അമ്പലങ്ങളിലൊക്കെ മൊബൈൽ ഉള്ളിലൊക്കെ അലൗഡായിരുന്നു കേട്ടോ. സോ എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് വിഗ്രഹങ്ങളെല്ലാം അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 1.5 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ലഞ്ച് കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. നേരെ ഞങ്ങൾ പോയത് കേബിൾ കാറിലേക്കാണ്. സോ അവിടെ പോയി അതിൻ്റെയും ടിക്കറ്റ് നമ്മുടെ പാക്കേജ് ഇൻക്ലൂഡഡ് ആയിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ രണ്ടും. സോ അതിൽ കയറി ആദ്യം അതിൽ മേലെ കയറിയതും നേരെ പോയത് ചിൻസ്വി ടെമ്പിളിലാണ്. അവിടെയും ഇതുപോലെ കുറേ ചെറിയ ചൈനീസ് അമ്പലങ്ങളുണ്ടായിരുന്നു. ആൻഡ് മെയിൻ ഒരു ശ്രീബുദ്ധയുടെ വലിയൊരു വിഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ അതിനകത്ത് ഒരു ജേർണി ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പുസ്തകത്തിലൊക്കെ വായിക്കുന്ന പോലെ നരകത്തിലോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ തരുന്ന പണിഷ്മെൻറ്റ്സ് അത് ഈ സ്റ്റാച്യു വൈസ് അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നും വായിക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടി, പ്രത്യേകിച്ച് വെള്ളം വേസ്റ്റ് ആക്കുന്നത് മുതൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പണിഷ്മെൻറ്റ് അവിടെ വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കേബിൾ കാറിൽ തന്നെ കുറേ കൂടെ ടോപ്പിലേക്ക് പോയി. അത് ഏറ്റവും എൻഡിൽ വരുന്നത് ഒരു വലിയ ഷോപ്പിംഗ് മോളാണ്. ഷോപ്പിംഗ് മോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലുല്ലു മാത്രമേ ഉള്ളൂ. ഇത് ഷോപ്പിംഗ് മോളിനകത്ത് ഒരു തീം പാർക്ക് വരെ ഉള്ളതായിരുന്നു. ആൻഡ് അവിടെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പുറമേ ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ജസ്റ്റ് കറങ്ങി കുറേ ഫോട്ടോസ് എടുത്തു എന്നല്ലാതെ അതിനകത്തോട്ട് കൂടുതലായിട്ട് പോയില്ല. ഈവൻ തീം പാർക്ക് വരെ ഞങ്ങൾ ആ പുറത്തുനിന്ന് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി ഞങ്ങൾക്ക് 4:30 ആയിട്ടുണ്ടായിരുന്നു. 6:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് ഹോട്ടലിൽ എത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേഗം ഇറങ്ങി. അതേ കേബിൾ കാറിൽ തന്നെയാണ് താഴേക്കും വന്നത്. ഈ കേബിൾ കാറിൽ പോകുന്നതും വേറെ ഒരു ഫീലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അത് ഈ മേഘങ്ങളുടെ ഇടയിലൊക്കെ പോയി നല്ല ഹൈറ്റിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് നോക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് വലിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ നിന്ന് കാണാൻ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ്. അവിടെ ഫുൾ സൗത്ത് ഇന്ത്യൻ ഷോപ്സ് ആയിരുന്നു, ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും റെസ്റ്റോറൻറ്റും എല്ലാം. സോ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് ഒരെണ്ണം കണ്ടു. തമിഴ്നാട് ഫുഡായിരുന്നു. അപ്പോൾ അവിടെ കയറി അവിടെ നിന്നാണ് ഞങ്ങളുടെ ലഞ്ചും ഡിന്നറും കൂടെ അടുപ്പിച്ചങ്ങ് കഴിച്ചു. അങ്ങനെ ഡിന്നർ കംപ്ലീറ്റ് ആയപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉഷാറായി. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടന്ന് തന്നെയാണ് വന്നത്. അപ്പോഴേക്ക് ഇരുട്ടായി. പക്ഷേ ആ രാത്രി സമയത്ത് ആ ലൈറ്റുകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് വരാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴും ഈ റോഡ് സൈഡൊക്കെ നട്ട്സിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ കണ്ട് ഒന്നങ്ങനെ രസിച്ച് വന്നു. രസം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഹോട്ടലിലേക്കുള്ള കറക്റ്റ് വഴി അറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വണ്ടിയിലായതും തിരിച്ചു പോയത് നടന്നിട്ടാണ്. ചോദിച്ചു പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങളുടെ സ്ഥലത്തെത്തി. അങ്ങനെ അടുത്ത ദിവസമായി Day 3 ആണ്. രാവിലെ എപ്പോഴും പോലെ റെഡിയായി ഞങ്ങൾക്ക് ഇന്ന് ഉച്ച വരെ ഔട്ടിംഗ് ഉള്ളൂ. സോ വണ്ടി വന്നതും ഇന്ന് സമയത്തിന് റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റി. ഇന്ന് മുഴുവൻ ഫോട്ടോ സെഷൻ മാത്രമേ ഉള്ളൂ. മൊത്തം 4 പ്ലേസുകളുണ്ടായിരുന്നു. ആദ്യം പോയത് കിങ് പാലസ്. ഇവിടെ നമുക്ക് പുറമേ കാണാൻ മാത്രമേ പറ്റുള്ളൂ, അതിനകത്തോട്ട് വിടത്തില്ല. ഫ്രണ്ടിലെ സെക്യൂരിറ്റി ഒരു കുതിരയും വെച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ആൾക്കാർ അവിടെ പോകുന്നത്. അങ്ങനെ ഞങ്ങളും കൂടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നേരെ നാഷണൽ മോണ്യുമെൻറ്റ് പോയി. അവിടെയും നിറയെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെയൊക്കെ നല്ല വെയിലായിരുന്നു. നമ്മൾ വിചാരിച്ച പോലും അധികം നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നേരെ പോയത് മെർഡേക്ക സ്ക്വയറിലാണ്. അവിടെ നിന്നും അതേപോലെ കുറേ ഫോട്ടോസ് എടുത്തു. റീൽസ് എടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു, പക്ഷെ ആ വെയിലത്ത് നിന്ന് നടക്കില്ലായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വെയിറ്റ് ചെയ്ത സെക്കൻഡ് പ്ലേസ് ട്വിൻ ടവർ. ഇവിടെ എൻട്രി ടിക്കറ്റ് ഇല്ല, നമുക്ക് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളിവിടെ കണ്ടത്
അകത്തോട്ട് പോകുന്നവരെക്കാൾ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നവരായിരുന്നു കൂടുതലും. ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് ഫോട്ടോ എടുത്ത് തരും, അതിനുള്ള പൈസ കൊടുക്കണം. ഒരു ഫോട്ടോയ്ക്ക് 5 റിങ്കറ്റാണ് അവർ പറഞ്ഞത്. ഞങ്ങളോട് കുറേ പേര് വന്ന് സംസാരിച്ചു. അതിലൊരാൾ മാത്രം ചെറുതായിട്ട് ബാർഗെയിൻ ചെയ്തപ്പോൾ 15 റിങ്കറ്റ്സിന് 6 ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 15 ഫോട്ടോസാണ് എടുത്തത്. ആൻഡ് ഇതിൽ മെയിൻ എന്താ വെച്ചാൽ ആൾ തന്നെ നമുക്ക് എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഫോണിൽ നിന്ന് അതുപോലെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആളുടെ ഫോണിൽ നിന്ന് അടിപൊളിയായ ഫോട്ടോ എടുത്തു, എല്ലാം ഞങ്ങൾക്ക് അയച്ചും തന്നു. അങ്ങനെ അന്നത്തെ ഔട്ടിങ് കഴിഞ്ഞ് നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. ലഞ്ച് കഴിച്ചിട്ട് ഒരു റീൽസ് എടുക്കാനായി മെയിൻ റോഡിലോട്ട് ഇറങ്ങി. റീൽസ് എടുത്ത് തിരിച്ചു വന്നു. കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് പോയി. ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. കുറേ ദൂരം ഇങ്ങനെ രാത്രി ഞങ്ങൾ നടന്നു, പക്ഷെ ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ റോഡ് സൈഡ് കണ്ടൊരു ബർഗർ ഷോപ്പിൽ നിന്ന് ഒരു ബർഗർ വാങ്ങി ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി സ്ട്രീറ്റിലേക്ക് പോയി. അങ്ങനെ ഒരു പാകിസ്ഥാനി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല, എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. സോ ഉച്ചയ്ക്കാണ് വണ്ടി വരുന്നത്, പക്ഷെ രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ട് ഒരു റീൽസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ആദ്യം പോയത് ബേർഡ്സ് പാർക്കിലേക്കാണ്. ആക്ച്വലി ഇന്നത്തെ പാക്കേജ് അനുസരിച്ച് ഞങ്ങൾക്ക് KL ടവർ ആയിരുന്നു, ബട്ട് അന്നും ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിന് പകരമാണ് ബേർഡ് പാർക്കിലേക്ക് പോയത്. അവിടെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എൻജോയ് ഒന്നും ചെയ്തില്ല. യൂഷ്വലി നമ്മൾ കാണുന്നത് തന്നെയാണ്, ബേർഡ് പാർക്കിലൊക്കെ കാണുന്നത് തന്നെയാണ് ഞാൻ അവിടെ കണ്ടത്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ടിക്കറ്റും നമ്മുടെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. സോ അത് കഴിഞ്ഞ് അവിടെ ഒരു ഐസ്ക്രീം കഴിച്ചു. അതാണ് ഞങ്ങളുടെ ലഞ്ച് അന്നത്തെ. അത് കഴിഞ്ഞ് നേരെ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോയി. അവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ല, കാരണം നമുക്ക് അവിടെ ബാർഗെയിൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ബട്ട് ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കിട്ടുക. അത് കഴിഞ്ഞ് ലോക്കൽ മാർക്കറ്റിലേക്ക് പോയി. ലോക്കൽ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങളുടെ പാക്കേജിൻ്റെ കോർഡിനേറ്റർ തന്നെ ഡയറക്റ്റായിട്ട് വന്നിട്ടാണ് ഞങ്ങളെ കൂട്ടിയിട്ട് പോയത്. അവിടെ നിന്ന് അത്യാവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നല്ല മഴ വന്നു. സോ ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്തു. നേരെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. വരുന്ന വഴിക്ക് തന്നെ ഡിന്നർ പാർസൽ മേടിച്ച് വന്നു. സോ എയർപോർട്ടിലെത്തി ഇമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയത്, കൃത്യം 10 മണിക്ക്. ഇനി ഞങ്ങളുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആഡം ട്രാവൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തത്. സോ അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ എമൗണ്ട് പെർ ഹെഡിന് 39,000 ആയിരുന്നു. 19,500 ഫ്ലൈറ്റിനും 19,500 പാക്കേജിനും. നല്ല അടിപൊളി പാക്കേജായിരുന്നു. ഞങ്ങൾ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ ഫുഡിനും ഈ ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്തതും എല്ലാം കൂടെ നിയർലി 6,000-നകത്തേ വന്നുള്ളൂ. പാക്കേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ